بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പീർസത്തെ രക്ഷിതാക്കളെ, ഇന്നത്തെ ക്ലാസ് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരായ ഞങ്ങളെ നല്ല രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ഭൂമിയും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ചു. എന്നിട്ട് മലക്കുകളട്ട ഞങ്ങളെ ബാപ്പയായ ആദം നബി അലൈഹി ഇസ്ലാമുക്ക് സുജൂദ് ആക്കുകയും അള്ളാഹു കൽപ്പന കൊടുത്തിട്ട്. എന്തിനു വേനായിട്ട്? അങ്ങക്ക് ഞങ്ങളെ ബാപ്പ സുമാർ ഇൽമു പഠിപ്പാട്ടി കൊടുത്തു. പിന്നെ ഞങ്ങളേട്ട അള്ളാഹു തഖ്വ ചെയ്യൽ കൊണ്ടും ഇസ്ലാം ദീനിലായിട്ട് തന്നെ മരിക്കുള്ള പ്രയത്നം നിങ്ങൾ ആക്കണോണ്ടും അള്ളാഹു ഞങ്ങളുടെ കൽപ്പനാക്കി. പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ വിശ്വാസികളെ, അള്ളാഹുവിനെ നിങ്ങൾ തഖ്വ ആക്കടെ രൂപത്തിലേ തഖ്വ ആക്കണം. നിങ്ങൾ ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ടല്ലാണ്ട് നിങ്ങൾ മരിക്കുക തീറ. അപ്പം മരിപ്പാട്ടമാണ് അള്ളാഹു മരിക്കൊക്കെ തീരാണ്ട് ചെന്നതിരെ ഉദ്ദേശ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ജീവനാക്കണു. അങ്ങനെ നിങ്ങൾ ജീവനാക്കുമ്പോൾ അള്ളാഹു മുസ്ലിമായിട്ട് നിങ്ങൾ മരിക്കുള്ള തൗഫീഖാക്കി തണ്ടാണ്ടായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ കൃത്യമായി തഖ്വ ചെയ്യണം. തഖ്വ ചെയ്യണം ചൊല്ലുമ്പോൾ തഖ്വ ചൊന്നെങ്കിൽ അള്ളാഹു കൽപ്പന ആക്കിയതിൽ അള്ളാഹു ആക്കുക ചൊന്ന വിഷയത്തെ ജീവനത്തിൽ കൃത്യമായി ആക്കിയിട്ട് അള്ളാഹു ആക്കണ്ട വിരോധന ആക്കിയ കാര്യത്തെ ഞങ്ങൾ വിരോധന ആക്കിയിട്ട് ജീവന ആക്കിടതായിട്ട് തഖ്വ ചൊന്നി. അതുകൊണ്ട് അപ്പം ഞങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് കൽപ്പന ആക്കിയ വിഷയ അത് ഏതല്ല എന്ന് കൊന്താവണമെങ്കിൽ ശറഈയായ ദീനുകളുള്ള ചില നിയമമുണ്ട്. ആ നിയമം കൊന്തില്ലാണ്ട് ഞങ്ങൾ അത് കൽപ്പന ആക്കിയതിരാക്കുകയും വിരോധനാക്കിയത് വിരോധിക്കുകയും ആവില്ല. അപ്പോൾ ശറഈയായ ഹുക്കുമ ഞങ്ങൾ ഫസ്റ്റ് പഠിക്കണം. ശറഈയായ ഹുക്കുമു ഞങ്ങൾ ജീവനത്തിൽ പ്രവർത്തനാക്കട പോലത്തെ ശറഈയായ ഹുക്കുമുകളെ കൊണ്ട് പഠിക്കുക എന്നത്. അതായിട്ട് ഇവിടെ ഫിഖ് ഞങ്ങൾ ദീനിയായ ഞങ്ങളെ പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ട പോലത്തെ ദീനിയായ നിയമം, അതൊക്കെയായിട്ട് ഇവിടെ പേര് ഫിഖ് ഉണ്ട്. അത് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധം. അപ്പം ഞങ്ങളെ ഫിഖിലുള്ള ഇമാം ഫിഖ് പഠിപ്പാട്ട വിഷയത്തിൽ ഞങ്ങളെ ഇമാമാർ അതും പഠിക്കണം. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആയിട്ട് ഞങ്ങളെ ഫിഖിലുള്ള ഇമാം. ഇത് നിർബന്ധ, അത് ജായിസ്, ഇത് കറാഹത്ത്, അത് ഹറാം, അതെല്ലാം ചൊന്തൻ്റെ പോലത്തെ ഇമാമായിട്ട് മദ്ഹബുടെ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്. അപ്പം ശറഈയായ ഹുക്കുമോ എത്ര ഉണ്ടു, ദീനിൽ നിയമം എത്ര ഉണ്ടു, അതായിട്ട് ഇവിടെ പഠിക്കണം. ഒന്നെങ്കിൽ ആക്കണോണ്ടേ ചൊല്ലത്, പിന്നൊന്ന് ആക്കുക തീരാണ്ട് ചൊല്ലത്, പിന്നൊരു നിയമം ആക്കാണ്ടിക്കാം, അത് നിങ്ങളെ സെലക്ഷൻ.
അങ്ങനെ പണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെ പഠിച്ചു നോക്കുമ്പോൾ ദീനിൽ 5 ഹുക്കുമായിട്ട് ഞങ്ങൾക്ക് ഇമാംമാർ പഠിപ്പാട്ടിട്ടുണ്ട്. ഒന്ന് വാജിബ്, അത് നിർബന്ധ ആക്കൊണേണ്ട് ചൊന്ന വിഷയം. പിന്നൊന്ന് സുന്നത്ത്, ആക്കാം ആക്കാണ്ടിക്കാം, ആക്കിയം കൂലി ഉണ്ടു ആക്കില്ലെങ്കിൽ ശിക്ഷയില്ല, അങ്ങനത്തെ വിഷയമായിട്ട് സുന്നത്ത്. നിർബന്ധ എന്നത് ആക്കിയെങ്കിൽ കൂലി ആക്കില്ലെങ്കിൽ ശിക്ഷയുണ്ടോ, റംലാൻ മാസത്ത് നോമ്പ് പോലെ. പിന്നൊന്ന് ഹറാം, ആക്കില്ലെങ്കിലായിട്ട് കൂലി, ആക്കൊക്കെ തീറ എന്ന വിഷയത്തിലായിട്ട് കൂലി, ആക്കിയെങ്കിൽ ശിക്ഷ ഉണ്ടോ, ഹറാം എന്ന വിഷയതാണ് ബാപ്പ ഉമ്മയുടെ ബുദ്ധിമുട്ടാക്കുന്ന വിഷയം. പിന്നെ കറാഹത്ത്, അതേപോലത്തെ ഖിലാഫുൽ ഔല, കറാഹത്ത് ഖിലാഫുൽ ഔല നല്ലത് എതിര് നല്ലല്ലാണ്ട് ചൊല്ലില്ല. അപ്പൊ ആക്കില്ലെങ്കിൽ കൂലി ഉണ്ടോ, ആക്കിയെങ്കിൽ ശിക്ഷയില്ല, അതൊക്കെ അങ്ങനെ ആയിട്ട് കറാഹത്ത്. പിന്നെ ഒന്ന് ഹലാൽ, ആക്കില്ലെങ്കും കൂലിയില്ല ശിക്ഷയില്ല. ഏതുപോലെ ജ്യൂസ് കുടിക്കണ പോലെ, അതായിട്ട് ഹലാല്. അപ്പൊ ഈ 5 വിഷയമായിട്ട് ഹുക്കുമായിട്ട് ദീനിൽ പഠിപ്പാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയ കൃത്യമായി വോയിസുകൾ കേട്ടിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിലുള്ള സംശയം മാത്രം കേൾക്കാവുന്നതാണ്. അള്ളാഹു റബ്ബ് പഠിക്കൂ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.